വളരെ സിമ്പിളായി വളരെ ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വാട്ടർമെലൻ്റെ ഐസ്ക്രീമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ വാട്ടർമെലൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തണ്ണിമത്തനിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തണ്ണിമത്തനും നമ്മൾ പറയുന്ന അളവിലുള്ള സാധനങ്ങളും എടുത്ത് നമുക്ക് വളരെ ടേസ്റ്റായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വാട്ടർമെലൻ്റെ പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ റൗണ്ട് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പീസ് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു വേണമെങ്കിൽ കളയാം, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളാക്കി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന മിൽക്ക് പൗഡറും വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും ഒക്കെ അളവ് കുറച്ച് കൂടിയും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വളരെ ടേസ്റ്റായിട്ടുള്ള ഐസ്ക്രീം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഏത് തണ്ണിമത്തം ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് പാലോ ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് കൂടി നിൽക്കണം. ഐസ്ക്രീം ആയിട്ട് വരുമ്പോൾ എന്നാലാണ് അതിൻ്റെ ഒരു മധുരം ഉണ്ടാവത്തുള്ളൂ. ഇനി ഞാൻ ഒരു 10 രൂപയുടെ പാക്കറ്റ് നമ്മുടെ മിൽക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3ഉം കൂടി ചേർത്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ജ്യൂസ് പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ജ്യൂസ് പോലെ അടിച്ചെടുത്തത് നമുക്ക് ഒരു സാധാരണ നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് ഓവർനൈറ്റ് ഒരു 12 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളൊരു വീഡിയോസിന് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാട്ടർമെലൻ ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു പ്ലാസ്റ്റിക് കവർ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി നമ്മൾ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാനൊരു ചെറിയൊരു വേറൊരു പാത്രത്തിലും ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു. കണ്ടില്ലേ, ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കവർ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് നമ്മൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഐസ്ക്രീം കഴിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വാട്ടർമെലൻ്റെ കുരു വെറുതെ ഇട്ട് കൊടുത്തത് കേട്ടോ, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ബോക്സിലാക്കി വെച്ചത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. ഇതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഈസി ആയിട്ട് നല്ലത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. വാട്ടർമെലൻ്റെ ഐസ്ക്രീമിൻ്റെ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. വാട്ടർമെലനും കുറച്ച് മിൽക്ക് പൗഡറും കുറച്ച് പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ടേസ്റ്റായിട്ടുള്ള വാട്ടർമെലൻ്റെ ഐസ്ക്രീം നമ്മുടെ വീടുകളിലൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവാനിയമ്മൾക്ക് ഒരുപാട് ഇഷ്ടമായി വളരെ ആസ്വദിച്ച് കഴിച്ച ഒരു ഐസ്ക്രീമാണ്. ഇനിയും ഒരുപാട് ഉണ്ടാക്കിയോളൂ, എല്ലാ ദിവസവും ഉണ്ടാക്കി വെച്ചോളൂ എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. പൊള്ളുന്ന വെയിലത്ത് എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ടുള്ള ഈ വാട്ടർമെലൻ്റെ ഐസ്ക്രീം തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.